അവൾ നല്ലവളല്ലെങ്കിൽ മക്കളെ തലതിരിഞ്ഞു പോകും. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെ മോശമായ കാലഘട്ടമാണ്. ഇന്ന് രാവിലെ പത്രം എടുത്തു നോക്കിയപ്പോ 25 വയസ്സുകാരി 15കാരിയെ പീഡിപ്പിച്ചിരിക്കുക. സുബ്ഹാനല്ലാഹ്. പത്രം എടുത്തു കഴിഞ്ഞാൽ കഞ്ചാവ് MD ഇപ്പൊ എന്താ തൂഫാൻ, നൂഹ് നബിയുടെ കാലഘട്ടത്തിലുണ്ടായ അദാബിന്റെ പേരാ തൂഫാൻ. തൂഫാൻ എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പ് ഒരു പുതിയ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പടച്ചോനെ, എല്ലാം എന്തൊക്കെ പേരെന്നറിയോ. പ്രതികളുടെയൊക്കെ പേര് അബൂബക്കർ സിദ്ദീഖ് എന്ന ഒരുത്തനെ ഇന്ന് പിടിച്ചിട്ടുണ്ട്. ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്. ഓരോന്നിന്റെയൊക്കെ പേര് എന്നാ പേര്. മിസിരിയ, നഫീസത്തിൽ മിസിരിയ എന്ന് പറഞ്ഞ ഒരുത്തിയ MDMുമായിട്ട് പിടിച്ചിരിക്കണേ. എത്ര നല്ല മനോഹരമായ പേര്. ബർക്കത്തിന് എല്ലാ ദിവസവും നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പത്രം എടുക്കുമ്പോൾ പടച്ചവനെ ഒരു ദിവസമെങ്കിലും നമ്മുടെ ആളുണ്ടാകരുതെന്ന് വിചാരിക്കും. പടച്ചവനെ ഇപ്പൊ സ്റ്റോക്ക് കണക്കിന് ടെണ്ണ് ഇപ്പൊ എത്രയോ എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. എത്ര മുസ്ലിങ്ങളാ. എടാ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത, ഒരു വാർത്ത എടുത്തും കണ്ടോ. 9ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുന്ന ഒരു പെണ്ണിന്റെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകൻ താമസിച്ചു. 8ലോ 9ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കട്ടിലിനടിയിൽ കാമുകൻ 2 ദിവസമാണ് താമസിച്ച്. സഹായിച്ചത് സ്വന്തം താത്തായായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, തെറ്റ് ചെയ്ത തിരുത്തേണ്ടതാരാ? സഹോദരിയെ തിരുത്തണ്ടേ. ആ സഹോദരിയെ ഹെൽപ്പ് ചെയ്ത കട്ടിലിനടി കിടക്കാൻ. ആലോചിക്ക്. ഉമ്മമാർക്കൊക്കെ ഇപ്പൊ വീട്ടിൽ കിടക്കാൻ പേടിയാവും. കാരണം എപ്പോഴാ മോൻ വെട്ടുകത്തി എടുത്തോണ്ട് കയറി വരണമെന്ന് അറിയില്ല. പേടി. എന്റെ പ്രിയപ്പെട്ടവര്, വളരെ മോശമായ കാലഘട്ടം. ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു 19 വയസ്സുകാരൻ 45 വയസ്സുകാരിയെ കെട്ടി. സുബ്ഹാനല്ലാഹ്. പണ്ടൊക്കെ ശരിയാ, പ്രേമത്തിന് കണ്ണുമില്ല കാലുമില്ല ചെവിയില്ല എന്ന് പറയുന്നത് സത്യ. 5 മക്കളുള്ളതിനൊക്കെ ഇപ്പൊ അങ്ങനെ, ഇപ്പൊ വെറൈറ്റിയാ. നേരത്തെയൊക്കെ കല്യാണം കഴിക്കുമ്പോ പ്രായം കുറഞ്ഞതിനെ കിട്ടുന്നത്. ഇപ്പൊ എല്ലാത്തിനും CC തീരാറായതിനെ മതി. അതാകുമ്പോ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എല്ലാ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രായമുള്ള ആണുങ്ങൾക്കൊക്കെ വേണ്ടത്, കുട്ടികൾക്കൊക്കെ വേണ്ടത് 35-40 വയസ്സ് കഴിഞ്ഞതിന് മതി. എന്താന്നറിയില്ല. ചെറിയ പെൺകുട്ടികൾക്കാണെങ്കിൽ കിളവന്മാരെ മതി. ഇപ്പൊ നിങ്ങളാ സൂക്ഷിക്കേണ്ട. നിങ്ങളൊക്കെ നോക്കണം കേട്ടോ. പ്രായമുള്ളവരൊക്കെ സൂക്ഷിക്കണം. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും തരുമാറാകട്ടെ. അപ്പൊ ചെറുപ്പക്കാരൊന്നും ആർക്കും വേണ്ട. ചെറുപ്പക്കാരൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. എല്ലാത്തിനും പ്രായമുള്ള. എന്താന്നറിയില്ല. ചിലപ്പം പോട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നൂഹ് നബി അലൈഹിസ്സലാമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വഅദ് പറഞ്ഞ പ്രവാചകൻ. 950 വർഷം നൂഹ് നബി വഅദ് പറഞ്ഞേ. ആലോചിക്കേ. നൂഹ് നബിയുടെ പ്രായം 950 വയസ്സല്ല. 950 കൊല്ലം വഅദ് പറഞ്ഞ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഈ നൂഹ് നബിയുടെ പെണ്ണും പിള്ളയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസം ഇല്ലായിരുന്നു. ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസം ഇല്ലായിരുന്നു. 950 കൊല്ലം ദഅവത്ത് നടത്തിയ പ്രവാചകന്റെ ഭാര്യയുടെ കഥയാ ഞാൻ പറയണേ. ആ പെണ്ണിന് അല്ലാഹുവിനെ വിശ്വാസം ഇല്ലായിരുന്നു. അവൾ അല്ലാഹുവിനെ വിശ്വസിക്കാതെ വന്നപ്പോ നൂഹ് നബിയുടെ മകനും തലതിരിഞ്ഞു പോയി. അവസാനം വാപ്പ കപ്പലും കൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുമായി കപ്പലിൽ രക്ഷപ്പെടുമ്പോ മോൻ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നുണ്ട്. വാപ്പച്ചി വിളിക്കുന്നുണ്ട്, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ. അതൊരു വല്ലാത്ത വിളിയാ. മോനെ നല്ല വിളിച്ചേ. ഉപ്പാടെ പൊന്നുമോനെ. എടാ, ഇത് സാധാരണ വെള്ളപ്പൊക്കം ഒന്നും അല്ല. ഇത് അള്ളാന്റെ അദാബ. മര്യാദയ്ക്ക് വാപ്പാടെ ആദർശം മുറുകെ പിടിച്ചിട്ട് ഈ കപ്പലിൽ കയറിയിട്ട് രക്ഷപ്പെടും മോനെ. വാപ്പാടെ പണി നോക്കിക്കോ. ഞാൻ വെള്ളപ്പൊക്കം ഉണ്ടായ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും. ആ മോൻ ഈമാനില്ലാതെ മരിച്ചുപോയടോ. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ അല്ലാഹുവിന് വിശ്വാസമില്ലാത്തവളായപ്പോ മകനും തലതിരിഞ്ഞു പോയി. ഇതാ പറഞ്ഞേ, ഉമ്മ നല്ലവളായിരിക്കണം. ഉമ്മ നല്ലവളാണെങ്കിൽ മക്കള് നന്നാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ടാടാ ചെറുപ്പക്കാരാ, ദീനുള്ളതിനെ കെട്ടടാ എന്ന് പറയുന്നത്. നിക്കാഹിന് പോകുമ്പോ ഉസ്താദന്മാര് ഖുതുബ ഓതുമ്പോ പറയൂല്ലോ, തുൻകഹുൽ മറഅതു ലി അർബഇൻ ലിമാലിഹാ വലി ഹസബിഹാ വലി എന്ന് പറയാറുണ്ടല്ലോ. ഫളുഫറു ബിദാത്തി ദീൻ. ദീനുള്ളതിനെ കെട്ടാൻ. പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനുള്ളതിനെ കെട്ടാൻ. ഈ ദീനുള്ളതിനെ കെട്ടിയാലുള്ള പ്രയോജനം എന്താ?
ഇന്ന് ദീനുള്ളതിനെ കെട്ടാൻ പറയുന്നല്ലോ. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ദീനുള്ള പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ദീനുള്ളതിനെ വേണം കെട്ടാൻ. ഈ ദീനുള്ളതിനെ കെട്ടിയാൽ എന്താ? ദീനുള്ളതിനെ വിവാഹം കഴിച്ചാലുള്ള പ്രതിഫലം എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മടുത്തോ നിങ്ങൾക്ക്? ബോറടിക്കണുണ്ടോ? പറ, ബോറടിക്കണുണ്ടോ? 10, 11, 25 5 മിനിറ്റും കൂടെ ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്. വാച്ചി നോക്കിയില്ലേ? കൊള്ളാം, അൽഹംദുലില്ലാഹ്. അള്ളാഹു അവസാന സമയം നന്നാക്കി പെരുമാറാകട്ടെ. 11:30 നിർത്താന്ന് പറഞ്ഞതാ. പറയണോ നിർത്തണോ? ഉണ്ടോ അവിടെ? കണ്ട കല്യാണക്കാര്യം പറഞ്ഞപ്പോ അമ്മമാരെ ഉഷാറ് കണ്ട. പറയണോ നിർത്തണോ? ഒന്ന് കൈപൊക്കിക്കേ. പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ. പൈസ ചോദിക്കുമ്പോ ഇവിടെ തന്നെ കാണണം എല്ലാം എണ്ണം കേട്ടോ. പിരിവി ചോദിക്കുമ്പോൾ ഇതുപോലെ കൈയൊക്കെ പൊക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറയുന്നല്ലോ. വാപ്പാ, ദീനുള്ളതിനെ കെട്ടിച്ചു കൊടുക്കാൻ പറയുന്നില്ലേ? എന്താ അതിന്റെ കാരണം എന്നറിയോ? ഈ ഒരു ചരിത്രം പഠിക്ക്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കുക. നമ്മുടെ ഭരണാധികാരെ പോലെ കൊട്ടാരത്തിൽ കിടക്കലല്ല. അള്ളാനെ പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ കിടക്കും. അധികാരം എന്ന് പറയുന്നത് അത് സാധാരണ ഒരു ജോലിയല്ല. അധികാരം, ഈ സ്ഥാനമാനം എന്നൊക്കെ പറയുന്നത് സാധാരണമല്ല. ഇന്ന് അധികാരത്തിന് വേണ്ടി കടന്ന് ജനങ്ങൾ കടിച്ചു പറിക്കണ കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് എല്ലാവർക്കും അധികാരം. ഒരു സീറ്റ് പള്ളിയിലെ പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ, കമ്മിറ്റിയിലൊന്ന് കയറാൻ, മദ്രസ കമ്മിറ്റിയിലൊന്ന് കയറാൻ, ഉറൂസ് കമ്മിറ്റിയിലൊന്ന് കയറാൻ, എവിടെങ്കിലും ഒന്ന് കയറാൻ വേണ്ടി കടന്ന് കഷ്ടപ്പെടുന്ന കാലം. എന്താണെന്നറിയില്ല. ഇവിടെ എങ്ങനെ ഇലക്ഷനൊക്കെ ഉണ്ടോ? രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ഒന്ന് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആകണം. ഒരു വയത് വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സംഘാടക കയറണം, ഇങ്ങനെ ആഗ്രഹം എല്ലാവർക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഈ പള്ളി പരിപാലനമാകട്ടെ, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ചാടിയെടുക്കാൻ ചാടി കയറരുത്. ഇതൊക്കെ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയത്തില്ല. സത്യം പറഞ്ഞാൽ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മനുഷ്യനും പള്ളി പരിപാലിക്കാൻ പോകില്ല. ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അടിച്ചു പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അധികാരത്തോടുള്ള മോഹങ്ങളൊക്കെ അങ്ങ് പോകും. അള്ളാഹു നമുക്കൊക്കെ അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയണം, അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയണം. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. ഉമ്മയും മകളും, ഒരു ഉമ്മയും മകളും കൂടെ വീടിന്റെ അകത്ത് വഴക്ക് നടക്കുകയാ. അപ്പൊ ഉമർ തങ്ങൾ ഇങ്ങനെ നിന്നു. എന്താ പ്രശ്നമെന്നൊന്നും അറിയണമല്ലോ. എന്താ വഴക്ക് കൂടുന്ന? ഒന്ന് നിന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ ഉമ്മ മകളോട് പറയുന്നുണ്ട്, പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ. പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ ഉമ്മ ഇങ്ങനെ മോളെ നിർബന്ധിക്കുക. അപ്പൊ മോള് ഉമ്മാനോട് പറയുന്നുണ്ട്, ഇത് വഞ്ചനയാ, ഇത് ചതിയാ, ഇത് പാപവാ, ഞാൻ ചെയ്യൂല. ഉമ്മ ഉടനെ പറയുക, ദേഷ്യപ്പെട, നീ ഞാൻ പറയണ കേട്ടാ മതി, വലിയ മസാലൊന്നും പറയണ്ട, വെള്ളം ഒഴിക്ക്. അപ്പൊ ഈ പെണ്ണുമ്മാനോട് പറയുന്നുണ്ട്, ഉമ്മ, രാജ്യം ഭരിക്കുന്നത് ഉമറാ, നമ്മുടെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ. ഉമർ എങ്ങാണ് ഞാൻ പാലിൽ വെള്ളം ഒഴിച്ചത് അറിഞ്ഞ നിങ്ങളെയും വിടൂല, എന്നെയും വിടൂല. അപ്പൊ ഉമ്മ മോളോട് പറഞ്ഞു കൊടുക്ക, ഉമർ വീട്ടിൽ കിടന്ന് ഉറങ്ങാ, നീ പാലിൽ വെള്ളം ഒഴിക്കണമെന്ന് ഉമർ കാണുന്നുണ്ടോ? എടാ, ഉമർ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങാ. അപ്പൊ നീ വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങനെ അറിയാനാ? നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. ഉമ്മ വീണ്ടും മകളെ നിർബന്ധിക്കുകയാ. അപ്പൊ മകള് പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ, ഖലീഫ ഉമർ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും, അല്ല ഉറങ്ങുന്നില്ലമ്മ, അല്ല ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക, ഞാൻ ഒഴിക്കൂല. ആ പെൺകുട്ടി പറഞ്ഞ ഒരു വാചകം ഉമർ കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ട്, ഉമ്മച്ചി, ഞാൻ ഒഴിക്കൂല വെള്ളം. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞിടാ ഒരൊറ്റ മറുപടി കേട്ടപ്പോ ആ വീടൊന്ന് നോക്കി വെച്ചു. പോയി സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പെണ്ണ് ആരാണെന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ. ആ പെണ്ണ് ആരാണെന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ. അങ്ങനെ ഒരാൾ അന്വേഷിക്കാൻ പോയപ്പോ ആ പെണ്ണൊരു യതീമായ പെൺകുട്ടിയാ, ഒരു യതീമായ മോള. പാപ്പ ഇല്ല, യതീമാണ്.
ആ പെണ്ണ് അള്ളാനെ പേടിയുള്ളൊരു പെണ്ണാ. ഉമ്മായി നല്ലവളാ, ഉമ്മ മോശക്കാരിയൊന്നുമല്ല. ഈ പാലിനകത്ത് വെള്ളമൊഴിക്കാൻ പറയാനുള്ള കാരണം അവരുടെ ജീവിത മാർഗം ഒരു ഒട്ടകമായിരുന്നു. ആ ഒട്ടകത്തിന് പാലില്ലാതെ വന്നപ്പോ ഇവര് പട്ടിണിയായി. ഈ പാല് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവര് ജീവിക്കണേ. അപ്പൊ പാല് കൊടുക്കാനില്ലാതെ വന്നപ്പോ വീട് ആഴ്ചകളായിട്ട് പട്ടിണിയാ. അന്ന് ആദ്യമായിട്ട് 2 ആഴ്ചക്ക് ശേഷം ഇത്തിരി പാല് കിട്ടി. 2 ആഴ്ചകൾക്ക് ശേഷം ഒരിത്തിരി പാല് കിട്ടി. അപ്പോഴാ ഉമ്മ പറയണ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ തിന്നാൻ വല്ലതും കിട്ടൂലേ. അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, പടച്ച റബ്ബുണ്ട് ഉമ്മ, അള്ളാനെ പേടിയാ എനിക്ക്. ഉമർ തങ്ങൾക്ക് ഈ ചരിത്രം കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. ഉമർ തങ്ങൾ നേരെ വീട്ടിൽ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. തന്റെ വീട്ടിൽ ചെന്നിട്ട് 2 ആമക്കളെ ഇങ്ങ് വിളിച്ചു. പെണ്ണ് കിട്ടിയിട്ടില്ല, 2 ഇങ്ങനെ വിളിച്ചു, വാടാ. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇന്ന വീട്ടിലൊരു പെണ്ണുണ്ട്, യതീമ, പാവപ്പെട്ടവള, പൈസ ഒന്നുമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമില്ല, എനിക്ക് തന്നെ അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉമർ തങ്ങൾ മോനോട് പറഞ്ഞു, എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായമായത് കാരണം ഞാൻ വിവാഹം കഴിക്കുന്നില്ല. മോനെ, അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളയുണ്ടടാ, നിങ്ങളിൽ ആർക്കാ ആ പെണ്ണിനെ വേണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളിൽ ആരാ ആ പെണ്ണിനെ കെട്ടണേ? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചോദിക്കുന്നു, പണമില്ല, പാവപ്പെട്ടവളാ, യതീമ, കുടുംബ മഹിമയില്ല, പക്ഷെ അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളയുണ്ട്, ദീനുണ്ട്, നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം വാപ്പച്ചി ആ പെണ്ണിനെ. എനിക്ക് വേണ്ടത് പണമല്ല, എനിക്ക് വേണ്ടത് പണമല്ല, സൗന്ദര്യമല്ല, അറിയപ്പെടുന്ന കുടുംബമല്ല, എനിക്ക് വേണ്ടത് ദീനാണ്. ഫളഫറു ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ, ദീനുള്ളവനെ വേണം വിവാഹം കഴിക്കാൻ. ചെറുപ്പക്കാരാ, കളിയല്ലടാ, തമാശയല്ലടാ, ജീവിതകാലം മുഴുവനും കണ്ണുനീര് കുടിക്കേണ്ടി വരും. ചെറുപ്പക്കാരാ, പെങ്ങളോട് പറയുന്ന, മോളെ, ഇതായി അടുത്ത കാലങ്ങളിൽ എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്? എന്റെ പെങ്ങളോട് പറയുന്നു, ദീനുള്ളവനെ തെരഞ്ഞെടുക്കണേ, ദീനുള്ളവനെ വേണം തെരഞ്ഞെടുക്കാൻ, അല്ലാഹുവിനെ ഭയമുള്ളവനെ വേണം തെരഞ്ഞെടുക്കാൻ. അതാ ഉമർ തങ്ങളുടെ മകനെ പടന്ന് തെരഞ്ഞെടുക്കാൻ തയ്യാറായി. ആ പെണ്ണിനെയാണ് വിവാഹം കഴിച്ചത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. നിനക്ക് പ്രതിഫലം കേൾക്കണോ മോനെ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ പെങ്ങള്? പഠിക്കണം പെങ്ങള്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയുവോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ്. പടച്ചവരെ, ഖുർആൻ ഓതി കരയുമായിരുന്നു, സുജൂദിൽ കിടന്ന് കരയുമായിരുന്നു, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ മുകളിൽ കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീണ മഹാനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾക്ക് മനസ്സിലായി മരണമെടുത്തെന്ന്. തന്റെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ അവിടെന്ന് പോയി കുളിച്ച് റെഡിയാവുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് കുളിച്ച് റെഡിയാവുകയാണ്. അതാ പടച്ചവനെ, വീടിന്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് കഫം തുണിയെടുക്കുകയാണ്. തന്റെ കഫം തുണിയെടുത്തിട്ട് മരിക്കാൻ തയ്യാറായി റൂമിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു സുഗന്ധമൊക്കെ തേച്ച് പുതുവസ്ത്രമെല്ലാം ധരിച്ച് അതാ മരിക്കാൻ തയ്യാറായി വീടിന്റെ റൂമിന്റെ അകത്ത് കയറുകയാണ്. വിളിക്കുന്ന ഭാര്യ ഫാത്തിമയെ, ഫാത്തിമാനെ അടുത്ത് വിളിക്കുന്നു, ഫാത്തിമ ഇങ്ങടുത്തു വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ പോവുകയാണ്, ഫാത്തിമ മരണമെടുത്തിരിക്കുന്നു, ഫാത്തിമ എന്റെ മരണമെടുത്തിരിക്കുന്നു, ഫാത്തിമ പൊരുത്തം തരണേ ഫാത്തിമ. ഭർത്താവ് ഭാര്യയോട് യാത്ര പറയുകയാണ്, ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. പടച്ചറപ്പേ,
ഫാത്തിമ നിന്ന് കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാ. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ പോകാ സമയമായി, ഫാത്തിമ പോകാ സമയമായി, ഫാത്തിമ നിനക്ക് എന്തെങ്കിലും ഇനി എന്നോട് അവസാനമായി ചോദിക്കാനുണ്ടോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് ചോദിക്കുമ്പോ ഫാത്തിമ നിന്ന് കരയുകയാ. ഫാത്തിമ നിന്ന് കരയുകയാ. പെങ്ങളെ, സിനിമാ കഥയല്ല, സീരിയലിന്റെ കഥയല്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ആ മഹാന്റെ ചരിത്രമാണ് പറയുന്നത്. പടച്ചവനെ തന്റെ ഭാര്യയോട് പറയുകയാ, വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക് ഫാത്തിമ, റൂമിന്റെ പുറത്തിറങ്ങ്, റൂമിന്റെ പുറത്തിറങ്ങ്, എന്നിട്ട് വാതില് കുറ്റിയിട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് പറയുമ്പോ ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? എന്തിനാ? അവസാന സമയമല്ലേ, നിങ്ങളുടെ കൂടെ അവസാനമായിട്ട് നിൽക്കാൻ എനിക്ക് കിട്ടുന്ന സമയമാണല്ലോ. നിങ്ങൾ മരിക്കാൻ പോവുകയല്ലേ, ഇപ്പോഴല്ലേ ഞാൻ കൂടെ നിൽക്കേണ്ടത്? എന്തിനാ എന്നെ പുറത്താക്കുന്നത്? എന്നെ പുറത്തിറങ്ങാൻ പറയുന്നത് എന്തിനാണ്? തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തു പിടിച്ചു നിർത്തിയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഭർത്താവ് പറയുന്നു, ഫാത്തിമ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഫാത്തിമ, ഉറപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ, പിന്നെ എന്തിനാ റൂമിന്റെ പുറത്തു പോകാൻ പറയുന്നത്? എന്തിനാണെന്നറിയോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബി ഉനാസിൻ വലാ ജാർ. ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു ഫാത്തിമ. എന്റെ അടുത്ത് നിൽക്കല്ലേ, എന്റെ അടുത്ത് നിൽക്കല്ലേ, പുറത്തു പോ ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് പറയുമ്പോ മനസ്സില്ല മനസ്സോടെ ഫാത്തിമ വെളിയിലിറങ്ങി വാതില് കുറ്റിയിട്ടു. ഭർത്താവ് റൂമിന്റെ അകത്താണ്, ഭാര്യ വാതിലിന്റെ പുറത്താണ്, കരയുകയാണ്. ഭർത്താവ് മരിക്കാൻ പോവുകയാ, ഭർത്താവ് മരിക്കാൻ പോവുകയാ. ഫാത്തിമ വല്ലാതെ കരയുന്നുണ്ട്. ഫാത്തിമ അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഇക്കാനെ കാണാൻ വരുന്നതാരാ? അല്ലാ, ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ, ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ. എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാട് റബ്ബേ? ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ ഉമ്മാ കേൾക്കുന്നത് എന്തെന്നറിയുവോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനെ സലാം പറഞ്ഞ് സ്വീകരിക്കുകയാണ്. കാബുലുൽ അർവാഹ് ഇറങ്ങി വരികയാണ്. റൂഹ് പിടിക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സലാം പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ്. അവിടുന്ന് സലാം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. പടച്ചവരെ, റൂഹ് പിടിക്കാൻ മലക്കുകൾ വന്നിരിക്കുന്നു. പടച്ചവരെ, എന്റെ ഭർത്താവ് മലക്കുകളെ സലാം പറഞ്ഞു സ്വീകരിച്ചിരിക്കുന്നു. റബ്ബേ, ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്, കണ്ടടങ്ങൾ നിറയുന്നുണ്ട്. ഫാത്തിമയ്ക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചവരെ, എങ്ങനെയാണ് റബ്ബേ എന്റെ ഭർത്താവ് മരിക്കുന്നത്? എങ്ങനെയാ അല്ലാഹ്?
തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ ആ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അടച്ചിട്ടിരുന്ന വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒളിഞ്ഞു നോക്കുന്ന ഭാര്യ കാണുന്ന രംഗം എന്തെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു വാപ്പാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുകയാണ്. സാധാരണ ആയത്തല്ല ഓതിയത്, സാധാരണ ആയത്തല്ല ഓതിയത്. ഏതായത്താ ഓതിയതെന്നറിയോ? അസ്റായിൽ എന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാൻ ഓതിയ ആയത്തേതാ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബതു ലിൽമുത്തഖീൻ. പെങ്ങളെ, പ്രണയകഥയല്ല പറയുന്നത്, ലവ് സ്റ്റോറിയല്ല പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ ചാരത്ത് വന്നപ്പോ അവിടെ ഓതുന്നു തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്തവിടുന്ന് പാരായണം ചെയ്യുകയാണ്. വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട്, വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, ഫാത്തിമ, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടൂല, മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. ആർക്കാ അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്നറിയോ? വല്ലാഖിബതു ലിൽമുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക്, ഹൃദയത്തിന്റെ അകത്തു പടച്ച റബ്ബിനെ കൊണ്ട് നടക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന സമ്മാനമാണ് നല്ല മരണം. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, മുഖത്തേക്ക് തുണിയെടുത്തിട്ടോ, മുഖത്തേക്ക് തുണിയെടുത്തിട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറയുകയാ. അനക്കമില്ല, കയ്യെട്ടടിച്ചില്ല, കാലിട്ടടിച്ചില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കഫം തുണിയെടുത്ത് മുഖത്തേക്കിട്ടു. ഷഹാദത്ത് കലിമ പറയുന്ന ശബ്ദം കേട്ടു. അനങ്ങുന്നില്ല വാപ്പാ, അനങ്ങുന്നില്ല പെങ്ങളെ. ഫാത്തിമ വാതില് തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്റെ ജീവിതം കൊടുത്ത പ്രിയപ്പെട്ട ഭർത്താവ്, മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്തേക്ക് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയോ? റൂമിന്റെ അകത്ത് മുഴുവനും വല്ലാത്ത സുഗന്ധമാണ്. ജീവിതത്തിൽ ഇതുപോലെ ഒരു സുഗന്ധം ഫാത്തിമ ഒരിക്കലും അവിടെ നിന്ന് അനുഭവിച്ചിട്ടില്ല. റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധം. തന്റെ ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ ഫാത്തിമ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് പറയുന്നു, സുബ്ഹാനല്ലാഹ്, പടച്ചവരേ എന്തൊരു മരണമാ അല്ലാഹ്, എന്തൊരു മരണമാ റബ്ബേ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ, പുഞ്ചിരിക്കുന്ന ചുണ്ടുമായി ലോകത്തോട് വിട പറന്ന് കിടക്കുകയാണ്. മോനെ,
നാട് മുഴുവനും പരന്നടോ. എല്ലാവരും വരികയാണ്. കാണുന്നവര് പറയുന്നു എന്തൊരു പ്രകാശമാ അല്ലാ. കാണുന്നവര് മുഴുവനും നല്ലതാണ് പറയുന്നത്. അവസാനം ജനാസ കുളിപ്പിച്ചോ, നിസ്കരിച്ചോ, കബറടക്കി. പോകുന്നില്ല, വന്നവരാരും പോകുന്നില്ല. കബറടക്കിയ ജനങ്ങൾ മുഴുവനും അവിടെ തന്നെ നിൽക്കുകയാണ്. അവർ പരസ്പരം പറയുന്നു വല്ലാത്ത മരണമാണ്, എന്തൊരു സുഗന്ധമാ. പടച്ചവനെ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ, ഷഹാദത്ത് കലിമ പറഞ്ഞല്ലോ. എല്ലാവരും പറയുകയാണ്, എല്ലാവരും നല്ലത് പറയുകയാണ്. ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിന്ന് പറയുമ്പോ അവിടെ എല്ലാവർക്കും കൊതിയായടോ, എല്ലാവർക്കും കൊതിയായി. എങ്ങനെ റബ്ബേ ഇങ്ങനെ ഒരു മരണം കിട്ടിയത് എങ്ങനെയാണ് റബ്ബേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് രണ്ടാമതും പോവുകയാണ്. മയ്യത്തെടുത്തു കൊണ്ടുവന്ന വീട്ടിലേക്ക് ജനങ്ങൾ രണ്ടാമതും പോയി. എന്നിട്ട് പടച്ചവരെ വിളിക്കുന്നു ഫാത്തിമ. സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാം, ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. സങ്കടപ്പെടുത്താൻ വന്നതല്ല, വേദനിപ്പിക്കാൻ വന്നതല്ല, ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ, ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. നിന്റെ ഭർത്താവ് ഷഹാദത്തിന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, കുളിച്ചൊരുങ്ങി തയ്യാറായല്ലോ, നിന്നോട് യാത്ര പറഞ്ഞല്ലോ, ഖുർആൻ ഓതിയല്ലോ. പടച്ചവനെ വല്ലാത്ത ഒരു മരണമാണ് അല്ലാഹു നിന്റെ ഭർത്താവിന് കൊടുത്തത്. ഫാത്തിമ ഞങ്ങൾക്കും വേണം ഫാത്തിമ, ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കാതെ എന്താണ് കാരണമെന്നൊന്ന് പറയുമോ? എന്താണ് കാരണമെന്ന് പറയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയുടെ മറുപടി എന്തെന്നറിയുമോ? ലാകിന് വല്ലാഹി മഹ്ദി പറയുകയാ, അതാ പറയുന്നു, മാകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചിരുന്നത് എന്റെ ഭർത്താവാണ്, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചത് എന്റെ ഭർത്താവാണ്, ഏറ്റവും കൂടുതൽ സദക്ക ചെയ്തത് എന്റെ ഭർത്താവാണ് എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദൻ, എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. രാത്രി മുഴുവനും പടച്ചവനെ കരയും. ഒരിക്കൽ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു. ഭാര്യയും ഭർത്താവും കിടപ്പറയിലിരുന്ന് സംസാരിക്കുമ്പോ ഫാത്തിമയുടെ വായിൽ നിന്ന് അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമ പറഞ്ഞു, അല്ലാഹ് റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ് സുമ്മ യബ്കി ഹത്താ യുസ്ബിഹ. ഞങ്ങൾ രണ്ടുപേരെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞു.
ഞാൻ അല്ലാ എന്ന് പറഞ്ഞപ്പോ എന്റെ ഇക്കാടെ കണ്ണ് നിറഞ്ഞു, കരയാൻ തുടങ്ങി, കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. വെളുപ്പാങ്കാലം വരെ സുജൂദിൽ കിടന്നു കരഞ്ഞ മനുഷ്യനായ എന്റെ ഭർത്താവ്. ഇതുപോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ പടച്ച റബ്ബിനെ പേടിച്ച ഒരാളെ വല്ലാഹി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു ഖുർആനിലൂടെ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറഞ്ഞ അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അല്ലാ എന്ന് കേട്ടാൽ തന്നെ അവന് ഭയമാ. അല്ലാഹു ആ ഭയം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു ആ ഭയം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം പറഞ്ഞ് എന്തിനാണെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഏത് കുടുംബത്തിൽ ജനിച്ചാണെന്നറിയോ? ആ ഉമർ തങ്ങൾ രാത്രി ഇങ്ങനെ പോയപ്പോ പാലിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഒഴിക്കില്ല എന്ന് പറഞ്ഞ ഒരു യതീമായ പെണ്ണില്ലേ, ആ യതീമായ ഒരു പെണ്ണില്ലേ, ആ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബിനെ കൊണ്ട് നടന്ന ആ പെണ്ണില്ലേ, ആ പെണ്ണിന്റെ മകളുടെ മകനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാടാ മക്കളെ പറയുന്നേ, റോഡിന്റെ സൈഡിൽ നിന്ന് ചിരിക്കാനും ചാറ്റാനും വിളിച്ചാൽ കൂടെ വരാനും 100 പെണ്ണുങ്ങളെ കിട്ടും. ഇതിനെ കൊണ്ടുവന്നാൽ ജീവിക്കാൻ കൊള്ളൂല. അല്ലാഹനെ പേടിയുള്ളതിനെ കൂടെ കൊണ്ട് നടന്നാൽ ജീവിതം റാഹത്താകും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രിയപ്പെട്ട പെങ്ങളെ, റോഡിന്റെ സൈഡിൽ വായി നോക്കി നിന്നിട്ട് കമന്റ് അടിക്കാൻ അവൻ അത് തന്നെ പണി. അവൻ കമന്റ് അടിക്കും, പലരോടും കമന്റ് അടിക്കും, നിന്നോടും അടിക്കും. ഓന്റെ കോലം കണ്ടിട്ട് ചാടി കൂടെ കൂടണ്ട, അവസാനം കണ്ണുനീര് കുടിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നന്മകൾ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്, മാതാപിതാക്കളെ സ്നേഹിക്ക്. എത്രത്തോളം അവർക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ മരണപ്പെട്ടു പോയവരെ ഓർക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് റിയാസ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പാടാണ്ടിനല്ലേ ഇപ്പൊ ഞാൻ വരാറ്. ഉപ്പ വലിയ കാര്യമാ. ഉപ്പാനെ കുറിച്ച് പറയുമ്പോ, ഉപ്പാനെ കുറിച്ച് ഓരോ വാപ്പാടെ ഓരോ ആണ്ട് വരുമ്പോഴും പടച്ചവനെ വീട്ടിൽ എത്രയോ ഉസ്താദന്മാരെയും മുതഅല്ലിമീങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് എത്രത്തോളം ഞാൻ ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പാടെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് സമാധാനത്തോടെ ഒരു യാസീൻ ഓതാൻ 20 മിനിറ്റ് എടുത്തു. വയോട് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒരു യാസീൻ ഓതാൻ 20 മിനിറ്റ് എടുത്തു. ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് വളരെ സമാധാനത്തോടെ. അല്ലാഹു ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ് 3 അടയാളം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ സമയം 12 മണിയായി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി 2 അടയാളം ഞാൻ ബാക്കി വെക്കുക. ഇനി എന്തെങ്കിലും ഒരു കാലത്ത്, ഇനിയിപ്പം ഇവിടെ 18 കൊല്ലത്തിന് ശേഷം അടുത്ത വഴുതിനെ വിളിച്ച്, ഒരു കഴിഞ്ഞിട്ട് 18 വർഷം കഴിഞ്ഞിട്ടാ ഇപ്പൊ വഴുതിനെ വിളിച്ച. ഇനിയിപ്പോ എത്രയെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇവരുടെ കൂടെ കൂടിയാ മതി. ഈ പ്രായമുള്ളവരൊക്കെ, ഈ ചെറുപ്പക്കാർക്ക് ഒരു പിടി വേണം. അവരെങ്ങനെ വിട്ടേക്കരുത്. വഴിതെറ്റി പോകുമ്പോ ഒന്ന് പിടിക്കാനും ഒന്ന് ഉപദേശിക്കാനും കാരണവന്മാർ അവരുടെ കൂടെ കൂടണം. ഇവരെ വിട്ടേക്കരുത്. SKSFന്റെ ചെറുപ്പക്കാർ, ഇവര് ചെറുപ്പക്കാരെ എല്ലാം രക്തം തിളച്ചു കിടക്കണ പ്രായമാ. അപ്പൊ ഇവരിങ്ങനൊക്കെ ഒന്ന് പോകുമ്പോ ഒന്നിടാ ഒന്ന് വിളിക്കണ്ടാന്നൊന്ന് വിളിക്കാനെങ്കിലും ആരെങ്കിലും വേണം. അത് പക്ഷെ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരും പരിഗണിക്കാറില്ല. ഏത് മഹല്ലുകളാണെങ്കിലും ഏത് നാടുകളാണെങ്കിലും ചെറുപ്പക്കാരെ കൂടെ പരിഗണിക്കണം. ബാപ്പമാരെ, നിങ്ങളൊക്കെ മരിച്ചു പോയാൽ നാളെ ഈ മഹല്ലും നാടൊക്കെ ആരാ നോക്കണ്ടേ? ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥികളല്ലേ.
നിങ്ങളൊക്കെ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവിടുത്തെ പള്ളി പരിപാലിക്കണ്ടേ, മദ്രസ പരിപാലിക്കണ്ടേ, നാടിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? അപ്പൊ ഈ വളർന്നു വരുന്ന കുട്ടികളെ കൂടെ ചേർത്ത് പിടിക്കുകയും അവരുടെ പോരായ്മകൾ പറഞ്ഞു കൊടുക്കണം. മക്കളെ അങ്ങനെ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും എല്ലാ വർഷവും ഇതിന്റെ പ്രവർത്തകരൊക്കെ SKSFന്റെ ഇവിടുത്തെ മുരളിയാരാ ഷംനാദൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും വഴുത് നടത്തിക്കൊണ്ടിരുന്നമാര് ഇപ്പൊ എത്ര വർഷമായി വഴുത് കഴിഞ്ഞു? നിങ്ങൾ ഇതെന്തോ പാണ്ടാപ്പാ വർഷാവർഷം വഴുത് വെക്കണം. സിറാജ് ഉസ്താദിനെ വിളിക്കണമെന്നല്ല, ഏതെങ്കിലും ഉസ്താദന്മാരെയൊക്കെ വിളിച്ചിട്ട് വഴുത് വെച്ചേക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല കാര്യമല്ലേ. ഇപ്പൊ ഒരു വഴുതൊക്കെ മഹല്ലുകൾക്കൊക്കെ വലിയ പാടാപ്പ. ഇതൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. എല്ലാ വർഷവും ഇതുപോലൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാനും കേൾക്കാനും പറയാനും അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യല്ലേ, ദുആ ചെയ്യല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് മുന്നോട്ട് കയറിയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് കസേര ഫ്രണ്ടോട്ട് കയറ്റിയിട്ട് എനിക്ക് നിങ്ങൾ ഇരിക്കണോ? കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടോ. കൊറോണ ഒന്നും അല്ല. എന്തൊരു ഇപ്പത്തായിരുന്നു എന്ത് ഷിഗില്ല എന്താ പറയാ ഇപ്പത്തെ അസുഖത്തിന്റെ പേര്? ഇപ്പൊ ഏതോ ഒരു പനി എന്തോ ഒരു അസുഖം പടരുന്നില്ല. ഇങ്ങോട്ട് കയറിയിരി. ഷിഗില്ല ഒന്നും അല്ല. കയറിയിരുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് നമുക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹചാരിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് സഹചാരി വളരെ മനോഹരമായ രീതിയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഓരോ വർഷവും റമളാൻ മാസമൊക്കെ വരുമ്പോ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ ബക്കറ്റ് കളക്ഷൻ അമാനത്ത് പോലെ ധൈര്യമായിട്ട് അൽഹംദുലില്ലാഹ് SKSFന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ഒരു രൂപ പോലും മറ്റൊരു വഴിയിലേക്ക് പോകാറില്ല. അപ്പൊ ഓരോ നാടുകളും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കറിയാം കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. നമുക്കൊക്കെ ഒന്ന് വയ്യാതായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാൻ പറ്റും. ഈ കിടക്കുന്നവരുടെ സങ്കടം കിടന്നവർക്ക് അറിയൂ. ഞാൻ ഏകദേശം 2 മാസക്കാലം കിടന്ന കിടപ്പിൽ കിടന്ന ആളാ. ഭക്ഷണം പോലും കഴിച്ചത് കിടന്നിട്ട് അവൻ എഴുന്നേക്കാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അത് കിടക്കുമ്പോഴാണ് അതിന്റെ സങ്കടം അറിയുക. ഓടിച്ചാടി നടക്കുമ്പോൾ അതിന്റെ കാര്യമൊന്നും നമുക്കറിയില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബുദ്ധിമുട്ടി കിടക്കുമ്പോൾ എത്രയോ പേരൊന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോലും പോകാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു